പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂറിന്റെ കൊലപാതക കേസിൽ അറസ്റ്റിലായ ജിന്നുമ്മ അടക്കമുള്ള പ്രതികളുടെ സാമ്പത്തിക ഇടപാട് കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. കാസർഗോഡ് മുസ്ലിം ദുർമന്ത്രവാദ സംഘം പ്രവർത്തിച്ചത് സമൂഹത്തിലെ ഉന്നതരെ കേന്ദ്രീകരിച്ചാണ്. ദുർമന്ത്രവാദ സംഘത്തിന്റെ തട്ടിപ്പിനിരയായ നിരവധി പേർ ജില്ലയിലുണ്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള ഷമീന വളരെ വേഗമാണ് സമ്പന്നയായത്. കോടികളുടെ വീടും കാറും തുടങ്ങി ആഡംബര ജീവിതമാണ് നയിച്ചത്. ഷമീമ പണം സമ്പാദിച്ചത് മന്ത്രവാദത്തിലൂടെയും സ്വർണ്ണമിരട്ടിപ്പ് തട്ടിപ്പിലൂടെയുമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഷമീമ വീട്ടിൽ വെച്ച് ദുർമന്ത്രവാദം നടത്താറുണ്ട് എന്നാണ് പ്രദേശവാസികളിൽ ചിലർ പറഞ്ഞത്. എന്നാൽ ആളുകൾ വരുന്നതും പോകുന്നതുമൊക്കെ അതീവ രഹസ്യമായിട്ടായിരുന്നു. അബ്ദുൽ ഗഫൂറിനെ പോലെ മറ്റാരൊക്കെ ഷമീമയുടെ ദുർമന്ത്രവാദത്തിന് ഇരയായിട്ടുണ്ട് എന്നുകൂടി അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. പണം നഷ്ടപ്പെട്ട പലരും അഭിമാനം ഭയന്ന് പുറത്തു പറയാതിരിക്കാനുള്ള സാധ്യതയും അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. ഇന്നലെ റിമാൻഡിലായ 4 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് ഹോസ്ദുർ കോടതിയിൽ അപേക്ഷ നൽകി. മുസ്ലിം ദുർമന്ത്രവാദ കൊലയാളി സംഘത്തിലെ പ്രധാനി ഷമീമയുടെ ഭർത്താവ് ഉബൈസ്, ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ജനം, കോഴിക്കോട്.